ഉണ്ട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയുടെ വചനം നമ്മളോട് സംസാരിക്കുന്നത് ഹോസിയ 1:7 വില്ലോ വാളോ യുദ്ധമോ കുതിരയോ കുതിരപ്പട്ടാളമോ അല്ല, അവരുടെ ദൈവമായ കർത്താവ് തന്നെ അവരെ രക്ഷിക്കും. അപ്പം നമുക്കെപ്പോഴും നമുക്ക് എത്ര കൂട്ടുകാരുണ്ട്, എത്ര സഹായമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു വലിയ സഹായം നമുക്ക് വരുന്ന എവിടെ നിന്നാണ്? നമ്മുടെ ഈശോയിൽ നിന്ന് മാത്രമാണ്. നമ്മൾ വിചാരിക്കും, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് രാഷ്ട്രീയത്തിലൊന്നും വലിയ ഒരു കൂട്ടും ബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ പല മേഖലയിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന മേഖലയിൽ ആര് കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടാവും ചിലപ്പം അവരോട് പകരം ചോദിക്കണമെന്ന്. പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ ഒപ്പം ഉള്ളപ്പം നമ്മളെ ദ്രോഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നവർക്കോ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈശോ തക്ക സമയത്ത് അവർക്ക് വേണ്ടത് ചെയ്തോളും. അപ്പം ഈശോയുടെ മക്കൾക്ക് എന്തെങ്കിലും തട്ടുകേട് വരാൻ ഈശോ സമ്മതിക്കത്തില്ല. അപ്പം ഈശോ യുദ്ധം ചെയ്തോളും. ഈശോയ്ക്ക് എന്താ പറയുക, കുതിരയോ പട്ടാളമോ വലിയ രാഷ്ട്രീയ ഇതോ ഒന്നും ആവശ്യമില്ല. ഈശോയാണ് ആര്? ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ബലവും. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും, എന്നെ കേൾക്കുന്ന എല്ലാവരെയും, ഞാനടക്കം എല്ലാവരെയും ഈശോ വലിയ സംരക്ഷണം തന്ന്, വലിയ ബലം തന്ന്, ഈശോയുടെ വലിയ ഒരു എന്താ പറയുക വാളും പരിചയം തന്ന് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.